പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും ഭാര്യയും കൂടി ഇന്നലെ റിലീസ് ചെയ്ത മോഹൻലാൽ നായകനായ ജിത്തു ജോസഫ് ചിത്രമായ നേര് കാണുകയുണ്ടായി. ആ സിനിമയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോകുന്നു. ആ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് എന്തോ കേസ് ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഞാനതിൻ്റെ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, ആ തർക്ക വിഷയമായി അവിടെ കിടക്കട്ടെ. എന്തായാലും നേരെ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ പോയി ആ സിനിമ കണ്ടു. യഥാർത്ഥത്തിൽ ആ സിനിമ കാണാൻ 2-3 കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ എന്നായിരുന്നു അതിൻ്റെ സംഘാടകർ അതിനെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അത് കാണണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അടുത്ത് ഇറങ്ങിയ കോടതിയുമായി ബന്ധപ്പെട്ട് 1-2 സിനിമകളുണ്ടായിരുന്നു. ആ സിനിമകളും കണ്ടിരുന്നു. അതിലൊന്ന് എന്നാ താൻ പോയി കേസ് കൊട് എന്ന് പറയുന്ന സിനിമയും സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമയും. ആ 2 സിനിമയും ഈ കോർട്ട് റൂം കേന്ദ്രീകരിച്ചുള്ള സിനിമകളായിരുന്നു. അപ്പോൾ അതിൽ സൗദി വെള്ളയ്ക്കയുടെ സംവിധായകൻ തരുൺ മൂർത്തിയുമായി നമ്മൾ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ 2 ഇൻ്റർവ്യൂവും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ എന്ന് പറഞ്ഞ സിനിമ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു കോർട്ട് റൂം ബാറ്റിലാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒന്ന്, അഭിഭാഷകനായതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചു. 2, അതൊരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് എന്നറിഞ്ഞതും കൊണ്ടും ആ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പീഡന കേസിൽ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്നൊരു നരാധമൻ ആ കേസിൽ കുറ്റമുക്തനായിട്ട് ഏതാനും ദിവസങ്ങളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയൊരു മനോവ്യഥ മനസ്സിൽ ഉണ്ടാക്കിയിരുന്നു. 2, സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് കേരളത്തിൽ വളരെ വളരെ ഈ പറഞ്ഞ പോലെ റെയറായിട്ടാണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ കഴിഞ്ഞൊരു കുറേ പതിറ്റാണ്ടുകൾ എടുത്തു നോക്കിയാൽ ഈ അടുത്ത് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ആലുവയിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവത്തിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആ പ്രതി ബംഗാളി ആയതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ള വാദഗതി നിലനിൽക്കുന്നുണ്ട്. നമ്മളത് മാറ്റിവെച്ചാൽ സമൂഹത്തിലെ ഉന്നതർ, പണച്ചാക്കുകൾ, സ്വാർത്ഥ താല്പര്യക്കാർ, നിശ്ചിത താല്പര്യക്കാർ, അവരുടെ മക്കൾ, അവരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള, അവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീപീഡന കേസുകളിൽ ഒന്നിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി എനിക്കതൊക്കെ ആ ഒരു ആംഗിളിൽ ആ സിനിമ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലങ്ങളായി സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടത്തിൽ നേരിട്ടുമല്ലാതെയും പങ്കെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും കൂടിയാണ്. അപ്പോൾ എന്തായാലും ആ സിനിമ പല കാരണങ്ങൾ കൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചു. ഇന്നലെ കണ്ടു. സുഹൃത്തുക്കളെ, ആ സിനിമയെക്കുറിച്ചിട്ട് പറയുമ്പോൾ നേരെ എന്ന് പറയുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമ അതിഗംഭീരമായ ഒരു സിനിമയായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ജിത്തു ജോസഫാണ് അത് സംവിധാനം ചെയ്തത്. ഞാനൊരു സിനിമ നിരൂപകനോ അല്ലെങ്കിൽ സിനിമ സ്ഥിരം കാണുന്ന ആളോ അല്ല. കാരണം എനിക്കതിന് അവസരം ഉണ്ടാവാറില്ല. കാരണം വേറെ പല മേഖലകളിലും നമ്മൾ സജീവമായതുകൊണ്ട് സിനിമ സ്ഥിരമായി കാണാനൊന്നും എനിക്ക് കഴിയാറില്ല. പക്ഷേ ജിത്തു ജോസഫിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം ജിത്തു ജോസഫ് 10 വർഷം മുമ്പ് മോഹൻലാലിൻ്റെ നായകനാക്കി ചെയ്ത ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടത് ഞാനിപ്പോഴും ഓർക്കുന്നു. ആ സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ ഈ പറഞ്ഞ പോലെ ഒരു ഡുവോ, അത് ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. അതല്ലാതെ വിജയിച്ച ഒരു ചേരുവ ഇവർ തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. എനിക്ക് ആദ്യമായി ഈ സിനിമയെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതാണ്. ആ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത് തന്നെ ഒരു പെൺകുട്ടിയെ ഒരു പണച്ചാക്കിൻ്റെ മകൻ പീഡിപ്പിക്കുന്നു. ആ പെൺകുട്ടി അന്ധയാണ് എന്നുള്ളതാണ്. അന്ധയായ പെൺകുട്ടിയാണ് പീഡിപ്പിക്കുന്നത്. ആ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോരാട്ടം, ആ പെൺകുട്ടിയുടെ ആശങ്കകൾ, ആ പെൺകുട്ടിയുടെ വിഹ്വലതകൾ, അതിൻ്റെ വികാരങ്ങൾ, അതൊക്കെ ആ സിനിമയെ വേറിട്ട ഒരു സിനിമയാക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കമില്ല. ഞാൻ ആ പെൺകുട്ടിയിലേക്ക് നടന്മാരുടെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി എടുത്ത് പറയാൻ പോവുകയാണ്. ആ നടന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ വഹിച്ച പങ്കിനെ കുറിച്ചിട്ട് ഞാൻ പറയുക. സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടിയുടെ പേര് അനശ്വര രാജൻ എന്നാണ്. ഞാൻ ഈ പെൺകുട്ടിയെ ഇതിനു മുമ്പ് സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഉദാഹരണം സുജാത,
എന്തോ തണ്ണിമത്തൻ ദിനങ്ങൾ ഒക്കെയുള്ള എന്നൊക്കെയുള്ള നിലയിലുള്ള ചില സിനിമകളിലൊക്കെ അഭിനയിച്ച് വിജയിച്ച ഒരു നടിയാണ് ഈ അനശ്വര രാജൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എനിക്ക് എൻ്റെ സിനിമയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മഥിച്ച ഒരു കഥാപാത്രം അനശ്വര രാജനായിരുന്നു എന്ന് തുടക്കത്തിൽ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. കാരണം ഇത്രയും ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ ഒരു നടി ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ എത്ര അയത്ന ലളിതമായിട്ടാണ് അഭിനയിച്ച് ഫലവത്താക്കിയത് എന്ന് പറയുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഈ നടി മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു നടിയാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഏതോ ഒരു ചർച്ചയിൽ ഞാൻ ജിത്തു ജോസഫ് പറഞ്ഞ് കേട്ടത്, ഇത് കഥാപാത്രത്തിനേക്കാൾ പ്രായം കുറവ് തോന്നിക്കുന്ന ഒരു നടിയാണ് ഇത് എന്നും, വേണമെങ്കിൽ സ്കൂൾ കുട്ടിയായി പോലും വേഷമിട്ട് നടത്തിക്കാൻ കഴിയുന്ന ഒരു നടിയാണ് ഈ അനശ്വര രാജൻ എന്നുള്ളതുമാണ്. സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടിയുടെ ഒരു അഭിനയ ചാതുരി അത് നമുക്ക് വർണ്ണനാതീതമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. കാരണം ഈ സിനിമയിൽ ആ കുട്ടി ഒരു അന്ധയാണ്. ആ അന്ധയായിട്ടുള്ള കുട്ടിയെ ഒരു പണച്ചാക്കിൻ്റെ മകൻ പീഡിപ്പിക്കുകയാണ്. ആ പീഡിപ്പിക്കുന്ന കേസിലുള്ള വിചാരണയാണ് കോടതിയിൽ നടക്കുന്നത്. സ്വാഭാവികമായി പണച്ചാക്കിൻ്റെ മകനായതുകൊണ്ട് വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു അഭിഭാഷകൻ വരുന്ന, എൻ്റെ പേര് ജയശങ്കർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അഭിനയിക്കുന്ന സിദ്ദിഖും അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിയിലുള്ള കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട്. അവസാന ഘട്ടം വരെ ഈ കേസ് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ തന്നെ ഈ പെൺകുട്ടി നേരിടുന്ന ജീവിതത്തിലെ സങ്കീർണതകളുണ്ട്. ഈ പറഞ്ഞ പോലെ ആശങ്കകൾ, വിഹ്വലതകൾ, അതൊക്കെ അതിഗംഭീരമായിട്ടാണ് ഈ പെൺകുട്ടി അഭിനയിച്ച് ഫലവത്താക്കിയിരിക്കുന്നത്. അത് നേരിട്ട് കണ്ടു തന്നെ നമ്മൾ അനുഭവിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ തന്നെ ആ പെൺകുട്ടി, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പക്ഷേ ആ പെൺകുട്ടി ഈ തന്നെ പീഡിപ്പിച്ചയാളെ പിന്നെ ഈ അന്ധയായതുകൊണ്ട് ആ പീഡിപ്പിച്ചയാളെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ രസകരമാണ്. അവസാനം പിന്നെ കേസ് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെയും ഈ പെൺകുട്ടി പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ അവരൊരു സ്കൾപ്ചറാണ്, ഒരു ശില്പിയാണ്. അപ്പോൾ അവരുടെ ശില്പചാതുരി വെച്ചിട്ടാണ് അവർ പിന്നെ ഈ പ്രതിയെ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെയൊക്കെ ഈ ഇൻട്രിക്കസീസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എത്രയും പറയുന്നുള്ളൂ, അതിഗംഭീരമായിട്ടുള്ള അഭിനയമാണ് ഈ അനശ്വര രാജൻ നടത്തിയിട്ടുള്ളത്. അവരുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വാട്ടർ ഷെഡായിരിക്കും ഈ കഥാപാത്രം എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയില്ല. രണ്ടാമത്തത് അവരുടെ അച്ഛൻ പിന്നെ മുഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ജഗദീഷിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും പറയാനില്ല. ജഗദീഷ് ഏതോ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്, ഡയലോഗ് ഡെലിവറി അല്ല, സൈലൻ്റ് ആയിട്ടുള്ള ഇമോഷൻസാണ് ഈ സിനിമയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്ന് ജഗദീഷ് പറയുകയുണ്ടായി. അത് സിനിമ കണ്ടപ്പോൾ എനിക്ക് തീർത്തും ബോധ്യമായി. പറഞ്ഞ ഡയലോഗുകളെക്കാൾ ഇമോഷൻസ്, ഈ ഭാവങ്ങളിലൂടെ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജഗദീഷിൻ്റെ കഴിവ് അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയായിരുന്നു ഈ കഥാപാത്രത്തിൽ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ജഗദീഷിൻ്റെ ഭാര്യയായി വന്ന ശ്രീധന്യ, അവർ ചെറിയ റോളിലെ അഭിനയിച്ചിട്ടുള്ളെങ്കിലും അവരും ആ റോള് ഭംഗിയാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ശാന്തി മായാദേവി ഒരു നിർണായകമായിട്ടുള്ള റോളിൽ അവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവർ വേറെ ഏതൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെക്കുറിച്ചും എനിക്ക് മോശം അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അവർ ഒരല്പം ഈ പറഞ്ഞ പോലെ ഒരു അമിതാഭിനയം അവരിൽ കടന്നു വന്നോ എന്നുള്ള സംശയം എനിക്ക് പല സ്ഥലത്തും തോന്നിയെങ്കിലും അവരും മോശമാക്കിയിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ സിദ്ദിഖിനോട് നമുക്ക് വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ദേഷ്യം തോന്നും. വളരെ ദേഷ്യം തോന്നുന്നതെന്ന് പറഞ്ഞാൽ പ്രതിഭാഗം വക്കീലാണ് സിദ്ദിഖ്. ആ സിദ്ദിഖിനോട് നമുക്ക് ദേഷ്യം തോന്നുമെന്ന് പറയുമ്പോൾ തന്നെ സിദ്ദിഖ് അതിഗംഭീരമായി തൻ്റെ റോള് അഭിനയിച്ചു എന്നുള്ളതാണല്ലോ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ജയശങ്കർ എന്ന് പറഞ്ഞാൽ പ്രതിഭാഗം വക്കീലാണ്, സിദ്ദിഖും ഗംഭീരാക്കി. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജോ അതിൽ താഴെയോ ആയിട്ടുള്ള അഭിനയമാണ് ഗണേഷ് കുമാറിൻ്റെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, പോലീസിൻ്റെ ഗണേഷ് കുമാറിൻ്റെ ആ റോൾ അഭിനയിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ റോൾ അഭിനയിച്ചിട്ടുള്ള ഗണേഷ് കുമാർ. അതുപോലെ തന്നെ പ്രിയാമണി, ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്കും ഈ കേസ് വന്ന് ഏറ്റെടുക്കുന്ന പ്രിയാമണി, അവരുടെ അഭിനയമൊന്നും മനസ്സിൽ തട്ടുന്നതാണ് എന്നെനിക്ക് തോന്നുന്നില്ല.
അതുപോലെ തന്നെ വില്ലനായിട്ടുള്ള ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരൻ്റെ ഒരു റോള് അഭിനയിച്ച് തീർത്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് തോന്നാറില്ല. എന്തായാലും മോഹൻലാലിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. മോഹൻലാലിനെ മാറ്റി നിർത്തിയാൽ പിന്നെ അനശ്വര രാജൻ, അതുപോലെ തന്നെ പിന്നെ ജഗദീഷ്, സിദ്ദിഖ്, ഇവരെ 3 പേരുമാണ് ഈ സിനിമയിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളവർ എന്ന് ഞാൻ ആദ്യമായി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. സുഹൃത്തുക്കളെ, പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ ഈ സിനിമ വഹിച്ച പങ്ക് എന്ത് എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, യാതൊരു സംശയവുമില്ലാതെ പറയാം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു മൃതസഞ്ജീവനിയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ മോഹൻലാലിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളുടെ സിനിമ എടുത്ത് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. 2019 ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വിജയിച്ചതിന് ശേഷം ഈ 2023 ഡിസംബർ വരെ മോഹൻലാലിൻ്റെ ഒരു സിനിമ പോലും വിജയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി വിക്കിപീഡിയയിൽ എടുത്ത് നോക്കുകയായിരുന്നു. 2019 ലൂസിഫർ ജയിച്ചു. അതിനുശേഷം ഇട്ടിമാണി, കാപ്പൻ, ബിഗ് ബ്രദർ, ദൃശ്യ 2, മരിക്കാറ്, ബ്രോ ഡാഡി, ആറാട്ട്, 12th മാൻ, മോൺസ്റ്റർ, എലോൺ, ഇത്രയും 11 സിനിമകളാണ് ഈ പറഞ്ഞ 2019 ശേഷം മോഹൻലാൽ അഭിനയിച്ചതും വിജയിക്കാതെ പോയതും പൊട്ടിയതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വല്ലാത്തൊരു തൻ്റെ അഭിനയ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി മോഹൻലാൽ നേരിടുന്ന സമയത്താണ് ജിത്തു ജോസഫിലൂടെ മോഹൻലാൽ എന്ന് പറഞ്ഞ അതുല്യ നടന് ഒരു കംബാക്ക്, ഒരു തിരിച്ചുവരവ് സാധ്യമായിരിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല. മോഹൻലാൽ എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അതുല്യ നടന്മാരിൽ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം എടുത്ത് വിശകലനം ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല. 980 മുതൽ നമ്മൾ മോഹൻലാലിനെ കാണുന്നതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ നമ്മൾ ഇങ്ങോട്ട് മോഹൻലാലിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധി എത്ര വലുതാണ് എന്നുള്ളത് പല സിനിമകളിലൂടെ നമ്മൾ കണ്ടു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഈ സിനിമയിൽ മോഹൻലാൽ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു പീഡനം നടന്നു. ആ പീഡനം നടന്ന കുട്ടി അന്ധയായിരുന്നു. ആ കുട്ടി ഈ പ്രതിയെ തിരിച്ചറിഞ്ഞത് ആ കുട്ടി ഉണ്ടാക്കിയ ഒരു ശില്പത്തിൽ കൂടെയായിരുന്നു. അപ്പോൾ വളരെയേറെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള ഒരു കേസാണ്. സാക്ഷികൾ ആരുമില്ല, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് മാത്രമുള്ള ഒരു കേസാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ ജയിക്കാൻ വളരെയധികം സാധ്യത കുറഞ്ഞ ഒരു കേസിലെ, ഒരു സ്ത്രീ പീഡന കേസിലെ വിചാരണയ്ക്ക് നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന റോളാണ് മോഹൻലാൽ അഭിനയിച്ചത്. വളരെ സങ്കീർണമാണ് ആ റോള് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. വിചാരണ എന്ന് പറഞ്ഞ സ്ത്രീ പീഡന കേസിലെ വിചാരണയുടെ ഈ പറഞ്ഞ പോലെ കയറ്റിറക്കങ്ങൾ എന്താണെന്ന് നമ്മൾ പല ആവൃത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു റോളാണ് മോഹൻലാൽ അതിനകത്ത് അഭിനയിച്ചത്. എന്ന് മാത്രമല്ല അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്റ്റാർഡം ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു സൂപ്പർ സ്റ്റാർ പദവിയിലൊന്നുമല്ല ആ സിനിമ ആ റോള് മോഹൻലാൽ അഭിനയിച്ചത്. വളരെ ഒരു സാധാരണക്കാരനായി, വളരെ ഈ പറഞ്ഞ പോലെ ആത്മവിശ്വാസം തുലവും കുറവായ ഒരു അഭിഭാഷകനായിട്ടാണ് മോഹൻലാൽ ആ സിനിമയിൽ ആ റോള് അഭിനയിക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ മോഹൻലാലിനോട് ഈ അഭിഭാഷക മായ ശാന്തി ദേവിയുടെ കഥാപാത്രം വന്ന് ഈ കേസ് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോഴൊക്കെ തന്നെ മോഹൻലാൽ തൻ്റെ ആത്മവിശ്വാസക്കുറവാണ് പ്രകടിപ്പിക്കുന്നത്. ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഇരയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇരയുടെ അടുത്ത് പോലും മോഹൻലാൽ തൻ്റെ ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സബ്മിസീവായിട്ടുള്ള, ഒരു സട്ടിലായിട്ടുള്ള, ഒരു ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടാണ് മോഹൻലാൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കോർട്ട് റൂം സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രിക്കേറ്റും വളരെ സങ്കീർണവുമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് കുറച്ചുകൂടി നന്നായി അറിയാവുന്നത്. ഞങ്ങൾ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ട് ഇത് എങ്ങനെ എത്ര സങ്കീർണമാണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അത്രയും സങ്കീർണമായിട്ടുള്ള ഒരു റോളിലേക്കും എത്ര പെട്ടെന്ന് മോഹൻലാലിന് ആ റോള് സ്വാംശീകരിക്കുവാനും ആ റോളിനനുസരിച്ച് രൂപാന്തരപ്പെടാനും മോഹൻലാലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അഭിനേതാവിൻ്റെ സിദ്ധി എത്ര വലുതാണ്, എത്ര പരമമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കോർട്ട് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഇത് അഭിനയിച്ച് ഫലിപ്പിച്ചെടുക്കാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ തന്നെ ഞാനും ഈ ജീവിതത്തിൽ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചത് റെൻഡർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കീർണത എത്രയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്.
അഭിഭാഷകൻ എന്നുള്ളതിൽ കോടതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതും എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ആണ്. പക്ഷേ മോഹൻലാൽ തൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടും തൻ്റെ ഈ പറഞ്ഞ പോലെ ഗസ്റ്റേഴ്സ് കൊണ്ടും പോസ്റ്റേഴ്സ് കൊണ്ടും ഒക്കെ തന്നെ ആ കഥാപാത്രത്തിലേക്ക് ഇഴുകിച്ചേരുകയാണ്. ആ കഥാപാത്രത്തെ അദ്ദേഹം പരിപൂർണമായി സ്വാംശീകരിക്കുന്ന ഒരു ചിത്രം നമുക്ക് അതിനകത്ത് മിക്കവാറും സീനുകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുമായിട്ട് അങ്ങോട്ട് ഇഴിച്ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം എപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന ഒരു അഭിഭാഷകനായിട്ടാണ് അദ്ദേഹം അതിനകത്ത് രംഗത്ത് വരുന്നത്. പക്ഷേ ആ വിചാരണയുടെ സമയത്തൊക്കെ തന്നെ അനീതിയൊക്കെ വരുമ്പോഴത്തേക്കും അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കാനും ഫലിപ്പിക്കാനും ഒക്കെ അദ്ദേഹം കാണിക്കുന്നൊരു കഴിവുണ്ട്. അത് സമാനതകളില്ലാത്തതാണ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല. ഈ നേരെ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്ന ഈ ചിത്രം മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കും എന്ന് 100% ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആവേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മോഹൻലാലിനെ പോലൊരു നടൻ അങ്ങ് മലയാള സിനിമാ രംഗത്ത് നിന്ന് ഇങ്ങനെ ഇല്ലാതായി പോകേണ്ട ഒരാളല്ല. കാരണം അത്രയേറെ അഭിനയസിദ്ധിയുള്ള ഇനിയും ഒട്ടേറെ നല്ല കഥാപാത്രങ്ങൾ മോഹൻലാലിൽ നിന്ന് മലയാളിക്ക് കാണാൻ കഴിയണം. അപ്പോൾ അതുപോലെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഈ 2023 ഡിസംബർ അവസാനിക്കുമ്പോൾ നടത്തുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇനിയും ഈ പറഞ്ഞ പോലെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയ ഒരു ചിത്രമാണ് നേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഡയറക്ടോറിയൽ ചിത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ജിത്തു ജോസഫിൻ്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ജിത്തു ജോസഫ് എപ്പോഴും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് കഥകൾ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു വലിയ ചാതുരിയാണ്. അത് ഇതിനകത്തും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിട്ടുള്ള ഒരു വാട്ടർ ഷെഡായിരുന്നു നേര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കിതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൂടുതൽ സംതൃപ്തി ഇതിനകത്ത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ശ്രീപീഡന കേസിൽ ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നത് സിനിമയിലാണെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷവും കൂടി എനിക്ക് ഇതിനകത്തുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിലെ അനുഭവം നമ്മൾ നോക്കിയാൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീപീഡന കേസുകൾ, പണച്ചാക്കുകളുടെ മക്കൾ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീപീഡന കേസുകൾ, ആ കേസുകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 80കളുടെ അവസാന കാലത്ത് ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ഒട്ടേറെ സ്ത്രീപീഡന കേസുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും സ്ത്രീപീഡന കേസുകൾ എന്ന് പറഞ്ഞാൽ വിദുര സ്ത്രീപീഡന കേസ്, ഈ പറഞ്ഞ പോലെ സൂര്യനെല്ലിയിലൊക്കെ ചെറുകിടക്കാരാണ് ശിക്ഷിക്കപ്പെട്ടത്. സൂര്യനെല്ലി സ്ത്രീപീഡന കേസ്, അങ്ങനെ ഒരുപാട് കിളിരൂർ കേസ്, കവിയൂർ കേസ്, ഒരുപാട് സ്ത്രീപീഡന കേസുകൾ വന്നിട്ടുണ്ട്. ആ സ്ത്രീപീഡന കേസുകളിലൊന്നും നിക്ഷിപ്ത താല്പര്യക്കാരോ അല്ലെങ്കിൽ സ്വാധീന ശക്തിയുള്ളവരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അവരാരും ശിക്ഷിക്കപ്പെട്ടതായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ സിനിമയിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ യഥാർത്ഥത്തിൽ, നേരത്തെ ഈ പറഞ്ഞ പോലെ സ്വാധീന ശക്തിയുള്ളവരും പണച്ചാക്കുകളുടെയൊക്കെ മക്കൾ പണച്ചാക്കുകളൊക്കെ ഉൾപ്പെട്ടാലാണ് സ്ത്രീപീഡന കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്കിൽ ഇപ്പോൾ വന്ന് വലിയ പണക്കാരനും സ്വാധീന ശക്തിയും വലിയ സ്വാധീന ശക്തിയും രാഷ്ട്രീയക്കാരനൊന്നും ആവണ്ട. ഇപ്പോൾ DYFIയുടെ മെമ്പറാണെങ്കിൽ പോലും സ്ത്രീപീഡന കേസിൽ നിന്ന് പുല്ലുപോലെ രക്ഷപ്പെട്ടു പോകാമെന്നല്ലേ വണ്ടിപ്പെരിയാർ കേസ് നമ്മളെ തെളിയിച്ചത്. വാളയാർ കേസിലും എവിടെയാണ് രാഷ്ട്രീയക്കാരൻ ശിക്ഷിക്കപ്പെട്ടത്? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വാധീന ശക്തി ഉള്ളവൻ മുതൽ DYFIക്കാരൻ വരെ ആണെങ്കിലും സ്ത്രീപീഡന കേസിൽ നിന്ന് രക്ഷപ്പെട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമയിലാണെങ്കിലും ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ട് കാണുന്നതിലുള്ള അതിയായ സന്തോഷം കൂടി എനിക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. നേരെ സിനിമയിലാണെങ്കിലും തെളിയുമ്പോഴുള്ള ഒരു സംതൃപ്തി, ഒരു സുഖം, അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ നടൻ്റെ അഭിനയ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിച്ചു പോകാനുള്ളതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മോഹൻലാലിൽ നിന്ന് ഇനിയും നമ്മൾക്ക് ഇതുപോലുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമ്മൾ മലയാളികൾക്ക് കാണാനുള്ള അവകാശം നമുക്കുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ നമുക്ക് തന്നുകൊണ്ട് മോഹൻലാൽ ഇനിയും സിനിമയിൽ തുടരട്ടെ എന്നുള്ളതിൻ്റെ ഒരു തുടക്കമായി ഞാൻ നേര് എന്ന് പറയുന്ന ഈ സിനിമയെ ഞാൻ കാണുന്നു. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡം അല്ല ജിത്തു ജോസഫ് ഇതിനകത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. മോഹൻലാലിൻ്റെ ഒരു സാധാരണക്കാരൻ എന്നുള്ള ഒരു വശം, ഒരു ആത്മവിശ്വാസം കുറഞ്ഞ
ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള സാധാരണ വികാരങ്ങളുള്ള പിന്നെ ഒരു കഥാപാത്രത്തെ പിന്നെ അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ ജിത്തു ജോസഫിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും മലയാളികളോടും പറയാനുള്ളത്, നേരെ എന്ന് പറഞ്ഞ സിനിമയെ വിജയിപ്പിക്കാൻ മലയാളി ഒന്നായി തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും നേര് ജയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളെന്നുള്ള നിലയിലും സ്ത്രീപീഡന കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും എനിക്ക് പൊതുമണ്ഡലത്തോട് പറയാനുള്ളത്.